സമയം രാവിലെ 6:15. ഞാനും രോഹിത്തും കൂടെ ഇവിടെ അടുത്ത് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലോട്ടൊന്ന് പോവുകയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ ഒന്ന് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനി ആളാരാന്ന് ഞാൻ കൂടുതൽ ബിൽഡപ്പ് ഒന്നും തരുന്നില്ല, കാരണം തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ വളകാപ്പ് ഫംഗ്ഷനൊക്കെ ആയില്ലേ, അപ്പോൾ അതിനു വേണ്ടി അൽക്ക ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. റോഡൊക്കെ അത്യാവശ്യം നന്നാക്കിയോണ്ടേ നമുക്കിപ്പോൾ ഒരു 10-15 മിനിറ്റാണ് നമുക്ക് കുറ്റിപ്പുറത്തോട്ട് എടുക്കുള്ളൂ. അൽക്ക ആദ്യമായിട്ടാണ് ട്രെയിനിൽ വരുന്നത് കേട്ടോ, അല്ലെങ്കിൽ എപ്പോഴും ബസ്സിനാണ് വരാറ്. അതുകൊണ്ട് അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എത്തിയില്ലേന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. രോഹിത എക്സൈറ്റഡ് ആണോ അൽക്ക വരുന്നതിൽ? ഈ ഇന്ന് ലാസ്റ്റ് അൽക്കാനെ കണ്ട്? ഓ, അന്ന് കണ്ടല്ലേ? 6 കൊല്ലായി. എന്തിപ്പോൾ അത്ര കാണാൻ മാത്രം. പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. 6:35 എത്തുമെന്ന് പറഞ്ഞു. കൃത്യം വണ്ടി ഇതേ ഒരു 6:30 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, വന്നിറങ്ങിയപ്പോ തൊട്ടിട്ട് കുരുട്ടും കുഷ്ടും പറഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ആരൊക്കെയോ വിളിച്ചില്ല. അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. ഞാൻ ഇന്നലെ ആകെ 4-5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ഞാൻ 12:45 ഉറങ്ങി. ഞാനും അത്രയും ഉറങ്ങിയിട്ടുള്ളൂ. 3 മണിക്ക് 2 മണിക്കൊക്കെ. പക്ഷെ ഒരു സ്ഥലം വരെ പോകണ്ട. സർപ്രൈസ്. എനിക്കത് താനെ കൂടെ പണിയെടുപ്പിക്കാൻ വിളിച്ചതാണ്. അൽക്ക ഏകദേശം ഒരു 5 കൊല്ലത്തിന് ശേഷമാണോ വീട്ടിൽ വരുന്നത് അല്ലേ? താൻ ബേലീനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ആ, ലാസ്റ്റ് എപ്പോഴാ വന്നത്? ബേലീനെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല, ഫസ്റ്റ് ടൈം ആണ് അൽക്ക ബേലീനെ കാണാൻ പോകുന്നത്. ആർ യു എക്സൈറ്റഡ്? എന്നാലൊരു വീട്ടിലൊരു പരിപാടിയൊക്കെ ഉണ്ടാവുമെന്ന് 18-ാം തീയതി ആയിട്ടേ ഉള്ളൂ. 21-ാം തീയതിയാണ് വളകാപ്പ്. 3-4 ദിവസം മുന്നേ വന്ന് തമ്പടിച്ചും കൂടെ എന്നോട് വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ്. ഞാൻ ആഞ്ഞടിക്കും. എന്തൊരു മോശമാണ്. അഭിപ്രായം? ഇന്നലെയാണ് ഞാൻ ഇത് ആലോചിച്ചത്. ഇറങ്ങി ഗേറ്റ് തുറന്നോളൂ. ഇറങ്ങിക്കോളൂ, അങ്ങോട്ട് പണിയെടുക്കാണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ഗേറ്റ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് എസ്കേപ്പ് ആവാൻ വേണ്ടി. അതുകൊണ്ട് ആദ്യം ഒരാൾക്ക് ഇറങ്ങി ബേലിനെ പിടിക്കാം. ബേലിക്ക് പക്ഷെ വീട്ടിലെ ആൾക്കാർ വരുന്നത് ഒരു പരിചയക്കേടോ ഇഷ്ടക്കുറവോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര വെൽക്കമിങ് ആണ്. വീട്ടിൽ വരുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അവരോടൊപ്പം കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ ചില ആൾക്കാർക്ക് പെറ്റ്സിനോട് മിങ്കിൾ ചെയ്യാനൊക്കെ ഒരു സ്പെഷ്യൽ സ്കിൽ ഉണ്ടായിരിക്കില്ലേ? അൽക്കയ്ക്ക് അങ്ങനെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറ്. ആ ടേബിള്, ആ ഇത് വന്നു, അലമറ. നമ്മൾ രണ്ടുപേരും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. 1-2 തവണ വിളിക്കും. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഒരുപാട് പറയാനുണ്ടാവാറില്ല. പക്ഷെ ഇത്തവണ നാട്ടിൽ വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഈ ഒരു 2-2.5 ആഴ്ച ഞാൻ കാര്യമായിട്ട് അൽക്കനെ വിളിച്ചിട്ടേ ഇല്ല. അപ്പം അന്നത്തെ കുറേ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. നമ്മൾ വളകാപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കളേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മൊത്തം ഫംഗ്ഷനും അതേപോലെ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടായിരിക്കുമല്ലോ കാണാൻ വേണ്ടി. അൽക്ക എടുത്ത 1-2 സാരീസൊക്കെ അവൾ വന്നുടനെ തന്നെ കാണിക്കുകയായിരുന്നു. എന്താണിപ്പോൾ ഇത്ര ഒരു എമർജൻസി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. കാരണം ബ്രഷ് പോലും ഒന്നും ചെയ്യാതെയാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലോട്ട് കടന്നിട്ടുള്ളത്. നമ്മൾ ചൂസ് ചെയ്ത കുറച്ച് കളേഴ്സിൽ യെല്ലോയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 സാരിയുടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്ലെയിൻ യെല്ലോ സാരി കുറച്ചൊരു ഗോൾഡൻ ലൈൻസ് വരുന്നത് നമുക്ക് 2 പേർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ മോസ്റ്റ്ലി അൽക്ക ഇതന്നെ ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക. അതല്ല, അതിലൊന്നുമില്ല അപ്പുറത്ത്. എവിടെയോ കണ്ടൊരു പരിചയം ഉണ്ട് എനിക്ക്. ഇങ്ങനത്തെ ഒരു സാധനം വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും തനിക്ക് കിട്ടിയിട്ടേ വരെ വെരി നൈസ് എന്ന് പറയാത്തതായത് എന്റെ വാവ് പോലെയാണ്. ഇതാണോ? ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ബ്രേസ്ലെറ്റ്. ഇത് ബ്രേസ്ലെറ്റ് അല്ലേ? ബ്രേസ്ലെറ്റ്. ഓ, എനിക്ക് കാർഡ് ഹോൾഡർ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ. വെരി നൈസാ. പക്ഷെ താൻ ഇങ്ങനത്തെ അല്ലല്ലോ പറഞ്ഞ. ഞാൻ മറ്റേ നിന്റെ പോലത്തെയാണ് പറഞ്ഞത്. പക്ഷെ ഇതും മോശമില്ല.
സാധാരണ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ അൽക്കയ്ക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അതധികം ഞാൻ ആ ഒരു ഇയറിൽ മൊത്തം കാണുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇത്തവണ ഞാൻ അവസാനം ഒരു ദിവസം പോയി കണ്ട കുറച്ച് കാര്യങ്ങൾ എടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതെല്ലാം അൽക്കയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ നീറ്റ് പോയതൊക്കെയല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നടക്കാം. നമുക്ക് നല്ല സുടുസുട ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തൊട്ടിട്ടുള്ള പ്ലാൻ ആയിരുന്നു. ഇവിടെ ദട്ടത്ത് നോക്കിക്കുന്നു. ഇന്നലെ രാത്രി റംബൂട്ടാൻ മാവുണ്ട്. ശരി, ഇത്ര റംബൂട്ടാൻ പൂക്കണതായിരിക്കും. അപ്പം വലിയ വിവരമില്ല. അപ്പം നമ്മൾ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തൊട്ടിട്ടുള്ള പ്ലാനായിരുന്നു നമുക്കൊരു 9-9:15 ഇവിടെ നിന്ന് ഇറങ്ങണം കാലിക്കറ്റിലോട്ട് നിന്ന്. ഞാൻ അന്ന് വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി നമ്മൾ കാലിക്കറ്റ് ഭാഗത്തോട്ട് പോവില്ല, കാരണം യാത്രകൾ കുറച്ച് കുറയ്ക്കാന്നാണല്ലോ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാലയും കമ്മലും സെറ്റായില്ല നമ്മുടെ വളകാപ്പിന്. ഞാൻ കുറേ തെരഞ്ഞു പല ഏരിയയിൽ പല സ്ഥലങ്ങളിൽ. എനിക്ക് ഫസ്റ്റ് മനസ്സിലാവുന്നില്ല എന്താ ഇടേണ്ടത് എന്നുള്ളത്. പിന്നെ എന്തോ ഒരു രൂപം മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട്, അതെനിക്ക് കിട്ടുന്നുമില്ല. അപ്പൊ അത് തെരഞ്ഞ് ഈ ഒരു ഏരിയ മുഴുവൻ ഞാൻ കവർ ചെയ്തു. ഇനി കാലിക്കറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പൊ റോഡ് വെച്ചിട്ട് തൃശ്ശൂര് പോണേനൊക്കെ കുറച്ചും കൂടെ എളുപ്പം കാലിക്കറ്റ് പോകുന്നതാണ് എല്ലാവരുടെയും അഭിപ്രായം. അതുകൊണ്ട് കാലിക്കറ്റ് പോയിട്ട് നമുക്കൊന്ന് ചെറിയൊരു തപ്പൽ തപ്പാം മാലയ്ക്ക് വേണ്ടി. വരുന്നില്ലേ? ഇവളെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അപ്പൊ ഒരു വള്ളുവനാടൻ ഭാഷ വരും. ശരി, അപ്പൊ നമ്മൾ പോയിട്ട് റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. വലന്ന് കിടന്നപ്പോഴാ വായ ഈച്ചേറിയത്. പുള്ളി അനങ്ങിട്ട് നമ്മളെ അകത്തേക്ക് കിടക്കലുണ്ടാവില്ല. വീഡിയോ എടുക്കണോ? എന്റെ വീഡിയോ എടുക്കണോ നിങ്ങൾ? ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വളരെ പെട്ടെന്ന് ഞാനും അൽക്കി റെഡി ആയിട്ടോ. കാരണം രോഹിത്തും കൂടെ വരുന്നുണ്ട് നമ്മുടെ ഒപ്പം കാലിക്കറ്റിലോട്ട്. അവന് തിരിച്ച് ഒരു 5 മണി 5:30 ആകുമ്പോൾ എത്തേണ്ട ഒരു ആവശ്യമുണ്ട്, ഒരു കല്യാണം ഉള്ളതുകൊണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാം. പോവാ ബേൽ വേണ്ട, വെറുതെ ഞാൻ ഇതാക്കണ്ട. അതിനിപ്പോ ഉഷാറായിക്കണം. വേണ്ട, സ്യൂഡോ പ്രഗ്നൻസി ഒക്കെ മാറിയുന്നു. പെട്ടെന്ന് മിസ്സിങ്. മരുന്ന് എന്തെങ്കിലും കൊടുത്തു? ഇന്നിപ്പോ അച്ഛനായിട്ടാണ് ഒന്നും ഇല്ലാത്തത്. എന്താ കൊടുത്തു? ഞാൻ കിട്ടുന്നു. അമ്മ ഇഡ്ഡലി സാമ്പാറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അത് കഴിച്ചാൽ വയറ് പൊക്കി കഴിക്കുള്ളൂ. ഉഷാറായില്ലേ? ഉഷാറായി. മുഖം കണ്ണും നമുക്ക് കണ്ടായിരുന്നു. ചോപ്പിക്കാൻ ഒന്നത്തെ അങ്ങോട്ട് വരൂ. കുറെ നേരമായി കവളത്ത് അടിച്ചൊക്കെ ചോപ്പിക്കുന്നുണ്ട്. ബ്ലഷ് തികയാഞ്ഞിട്ട് 2 അടിയൊക്കെ കവളത്ത്. ഇങ്ങനെ ഗേറ്റ് തുറക്കുന്ന സമയത്ത് എപ്പോഴും കെട്ടിടേണ്ട ആവശ്യമൊന്നും വരാറില്ലേ. കാരണം അച്ഛനുണ്ടെങ്കിൽ കൂട്ടു പോകാൻ പറഞ്ഞാൽ കൂട്ടു പോവും, അല്ലെങ്കിൽ ബെയിലി പുറത്ത് പോകരുത് എന്ന് പറഞ്ഞാൽ കൃത്യമായി അടങ്ങി ഒതുങ്ങിയിരിക്കും. ഇതിപ്പോൾ നമ്മളെയൊക്കെ ഭരിക്കാൻ പറ്റുന്ന പുള്ളിക്കാരിക്ക് ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരിയാണ് സുപ്രീം. വിഷമത്തിലാണ്. വൈകുന്നേരം നടക്കാൻ കൊണ്ടുപോവാട്ടോ. 8 മണിയോ? 8 മണിയാവില്ല, ഒരു 5 മണിക്ക് എത്തണമെന്നാ വിചാരിക്കണം. അങ്ങനെ നമ്മള് റെഡിയായി ഇറങ്ങി കേട്ടോ. ഇനി നേരെ കാലിക്കറ്റ് പോവാണ്. നമ്മൾ 4 പേര് ചേർന്നാണ് യാത്ര. രോഹിത്ത്, ഞാന്, അൽക്ക, ഇനി ഈ സീറ്റിൽ അനുവും കൂടെ വരും. അനു എൻ്റെ കസിനാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ നമ്മൾ 4 പേരും കൂടിയാണ് കോഴിക്കോട് പോണത്. 4 പേർക്കും 4 ഉദ്ദേശമാണ്. എൻ്റെ ഉദ്ദേശം എനിക്കൊരു മാലയും കമ്മലുമാണ്. രോഹിത്തിന്റെ ഉദ്ദേശം രോഹിത്തിനിടാനുള്ള ഒരു കുർത്തയാണ് അല്ലേ? എന്താ എൻ്റെ ഉദ്ദേശം? എനിക്ക് എന്റർടൈൻമെന്റ്. അൽക്കയുടെ ഉദ്ദേശം എന്റർടൈൻമെന്റ് ആണ്, അനുവിന്റെ ഉദ്ദേശം എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ 2 പേർക്ക് ഒരേ ഉദ്ദേശമാണ്. അവിടെ പോണ വഴിക്ക് വിഷ്ണുവിന് ഇന്ന് ഒരു ഫുൾ ബോഡി ടെസ്റ്റും കാര്യങ്ങളും. നമ്മൾ നാട്ടിൽ വന്നാൽ ഒരു ഫുൾ ബോഡി ടെസ്റ്റ് എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ പിന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഇത്തവണ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ വിഷ്ണുവിൻ്റെ ആ ടെസ്റ്റും പരിപാടിയൊക്കെ ആയിട്ട് വിഷ്ണു അവിടെ ഒരു ഹോസ്പിറ്റലിലാണ്, മൈത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഫ്രീ ആവുകയാണെങ്കിൽ വിഷ്ണു നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല ഇനി വരെ ഇഷ്ടമല്ലെങ്കിൽ വരില്ലേ എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ കോട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ വന്നാലും ഇപ്പോൾ അവിടെ ഒന്ന്
ബ്ലാഡറൊക്കെ ചുങ്ങി ചെറുതായിട്ടുണ്ടായിരിക്കും. എനിക്ക് കോട്ടയ്ക്കൽ എത്തിയപ്പോ എനിക്ക് ഈ ലിപ് ഷെയ്ഡ് 2 മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ എനിക്ക് കുറെ കളിയാക്കിയിരുന്നല്ലോ പോരാന്നുണ്ട്. ഞാൻ ലിപ് ഷെയ്ഡിനൊന്നും പറഞ്ഞിട്ടില്ല. ദേ കയറി ദേ ഇറങ്ങിയായിരുന്നു. നമുക്ക് ഒരുപാട് സമയമല്ലേ ഇവിടെ നിൽക്കാൻ. അതിന് വെള്ളപ്പണ്ട് വൈറ്റ് കാസ്റ്റ് സൺസ്ക്രീൻ ഇട്ടിട്ട് മറ്റേ ഡോക്ടർ വന്നത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നാട്ടിൽ വന്ന സമയത്ത്. അപ്പൊ ഇനി നമുക്ക് നേരെ കോഴിക്കോട്. മുന്നേ ഞാൻ വളാഞ്ചേരിയിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പം തൃശ്ശൂരായിരുന്നു കേട്ടോ. കാരണം റോഡും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ബെറ്റർ തൃശ്ശൂരിലോട്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ, വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാലിക്കറ്റ് വളാഞ്ചേരി പോലെ ഒരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ദൂരം മാത്രമേ സർവീസ് റോഡ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ എനിക്ക് പോകാൻ സുഖം തോന്നുന്ന വളാഞ്ചേരി നിന്ന് കാലിക്കറ്റാണ്. നമ്മൾ കോഴിക്കോട് ടൗണിലെത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ടൗൺ ആണോ സിറ്റിയാണോ? ഞെട്ടിപ്പോയി. എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ ടൈം കിട്ടിയില്ല. പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ ഒക്കെ ചോദിക്കണേ. കോഴിക്കോട് ഒരു ടൗൺ ആണ്. കോഴിക്കോട് ടൗൺ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വിഷ്ണുവിന്റെ ചോദിച്ചാൽ വിഷ്ണു സിറ്റിയാണ്. അപ്പോ നമ്മള് ആദ്യം ഇവിടുന്ന് പോകുന്നത് മാനിവറിലോട്ടാണ് ഒരു കുർത്ത നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഞാൻ വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെട്ടുള്ളൂ. രോഹിത്തിന് പൊതുവേ ഷോപ്പിങ്ങിന് വരാൻ ഇഷ്ടമാണ്. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, സാധനങ്ങൾ എടുക്കുന്ന അധികം രോഹിത്തിനായിരിക്കണം എന്നുള്ളത്. പക്ഷെ എന്നാലും അങ്ങനെയല്ല കേട്ടോ. വിഷ്ണുവിൻ്റെ അത്ര ക്ഷമയുടെ പ്രശ്നമല്ല. കുറച്ചേരം കൂടെയൊക്കെ രോഹിത്ത് പീസ്ഫുള്ളായിട്ട് നമ്മുടെ ഷോപ്പിങ്ങിൽ അക്കമ്പനി ചെയ്യും. വിചാരിച്ചതിനേക്കാളും ഒരുപാട് സമയം നമ്മൾ ഈ ഒരു കുർത്ത സെലക്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിചാരത്തിൻ്റെ പ്രശ്നമായിരുന്നു ശരിക്ക്. കാരണം പൊതുവേ രോഹിത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല സമയം എടുക്കാറുണ്ട്. കുറേ കാര്യങ്ങൾ നോക്കിയും കൂട്ടിയും കുണിച്ചും ഹരിച്ചും അത് എത്ര കൊണ്ട് മാച്ച് ആവുന്നുണ്ട് നോക്കി, ഇനി അത് വേണോ ഇത് വേണോ, അങ്ങനത്തെ ഒരു ലോഡ് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കില്ലേ. അതെല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും ഒന്ന് ട്രൈ ചെയ്തതിനു ശേഷമാണ് പൊതുവേ പുള്ളി ഡ്രസ്സ് എടുക്കാറ്. അങ്ങനെ ഇവിടെയും അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം പുള്ളിക്ക് ഈ കടയിൽ കൊള്ളുന്ന ഒട്ടുമിക്ക എല്ലാ കുർത്തയും ട്രൈ ചെയ്തതിനു ശേഷം നമ്മൾ ആദ്യം ട്രൈ ചെയ്തൊരു കുർത്തയല്ലേ, അതന്നെ നമ്മൾ എടുത്തു. നല്ല രസമുണ്ടല്ലോ. പക്ഷെ പ്രിന്റ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. എനിക്ക് നല്ല വൈബ്രന്റ് കളേഴ്സ്, നല്ല പ്രിന്റ്. എനിക്ക് ആ പ്രിന്റ് അത്ര ഇഷ്ടമായില്ല. നല്ല ബ്രൈറ്റ് കളർ. കളറ് കുറേ ഇരുന്ന് പോസ്റ്റ് ആവുന്നതിനിടയിലായിരുന്നു നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. കാര്യമായിട്ടൊക്കെ ഇരുന്ന് നോക്കിയിട്ടേ നോക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഡ്രസ്സായിരുന്നു നോക്കേണ്ടതല്ലേ, ഞാൻ ഫുൾ ചെക്കൻ. നല്ല മോഡൽസ് ആവട്ടെ. ഫോക്കസ് മാറി പോണോന്ന്. ഇത് നല്ലതാ. കിട്ടിയില്ലേ? പോവാം. നല്ല വിശക്കണോ. ഇതെല്ലാവരും ഭയങ്കര കംഫർട്ട് പൊസിഷൻ കണ്ടുപിടിച്ച് സ്വന്തം മൊബൈലിലൊക്കെ നോക്കി ഇരിക്കണ പോലെ ഉണ്ട്. വാ പോവാ. ഭയങ്കര വിശക്കണോ. നിങ്ങൾക്ക് ആർക്കും വിശക്കണില്ലേ? എല്ലാവരുടെയും അഭ്യർത്ഥന നല്ലത് പറയാം. എല്ലാവരുടെയും താല്പര്യം മാനിച്ച് നമ്മൾ ഷാപ്പല്ല എല്ലാവർക്കും ഇഷ്ടം. അവിടെ പോവാം. അമ്മ അവിടെ 1 കിലോമീറ്റർ ഉള്ളൂ. അവിടെ ആണോ? അവിടെ തന്നെ ഷോപ്പും ഗോകുലം മോളിന്റെ സൈഡില്. ഞാൻ ഒന്നും കൂടെ വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരണം. ഞാൻ അവിടെ താമസിച്ചാലോ എന്ന് ആലോചിക്കാം. സമയം കിട്ടുമ്പോ പുറത്തിറങ്ങാം. അങ്ങനെ രോഹിത്തിനുള്ള കുർത്ത കിട്ടി. എത്ര നേരത്തെ പരിപാടിയായിരുന്നു. എന്റെ സാരിയൊക്കെ ഇതിലൊക്കെ വളരെ പെട്ടെന്നാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സ്വയം വാങ്ങുമ്പോൾ തോന്നും പെട്ടെന്ന് കിട്ടിയെന്നുള്ളത് തോന്നും. അതൊക്കെ പെട്ടെന്ന് കിട്ടി. എത്ര ഒരു 10-16 കുർത്ത നമ്മൾ നോക്കി അവസാനം ഒന്ന് കിട്ടി. നമ്മള് ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഗോകുലം മോളിലുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഷെഫ്പിള്ളുണ്ട് ഇവിടെ. ഞാൻ എന്തൊരു കാര്യം പറയാൻ വന്നത്, ഞാൻ മീൽസാ കഴിക്കാൻ പോണേ. നിങ്ങൾ എന്താ കഴിക്കാൻ പോണേ? മീൽസാടാ. ഈ എന്താ കഴിക്കണം? പറഞ്ഞിട്ട് കട്ട് ചെയ്തോന്ന്. കട്ട് ചെയ്തില്ല. അതാണ് എന്റെ ഒരു പ്രത്യേകത. നീ എന്താ കഴിക്കണം? നീ എന്താ കഴിക്കണോ? അൽക്സ് ബിരിയാണി ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. എല്ലും കപ്പിയും. ഓക്കെ. ഞാൻ മീൽസ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ എവിടെയോ വായിച്ചൊരു കോട്ടാണ് കേട്ടോ. നമ്മള് മീൽസ് ഉച്ചയ്ക്ക് കഴിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് ഇഡ്ഡലി ഇഷ്ടപ്പെടുകയാണ്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെച്ചുവേർഡ് ആയിരുന്നു. അപ്പൊ മീൽസ് കഴിച്ച് കുറച്ച് മെച്ചുരിറ്റി പ്രായം വന്നതിന് സിമ്പിളാണ്. ബിരിയാണി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇല്ല.
ബിരിയാണിക്ക് എത്ര മെച്ചൂരിറ്റി വരാം? കോഴിക്കോട് വല്ല ബിരിയാണിക്ക് കുറ്റം പറയും. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കുറ്റം ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ മെച്ചൂരിറ്റി ബിരിയാണി തമ്മിലുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ മെച്ചൂരിറ്റി മീൽസും തമ്മിലുള്ള ബന്ധം. സാധാരണ എല്ലാ തവണയും നാട്ടിൽ വരുമ്പോൾ ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാറുണ്ട് ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സിന് എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ളത്. കാരണം നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മളിങ്ങനെ ഷോർട്സും റീൽസും ഒക്കെ കാണില്ലേ പല റെസ്റ്റോറൻറ്റ്സിലെ പല ഫുഡും. പക്ഷെ ഇത്തവണ നാട്ടിൽ വരുമ്പോൾ ഞാനും വിഷ്ണുവും കൂടെ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, അധികം നമുക്ക് അങ്ങനെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കണ്ട. കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള രീതിയിൽ തന്നെ കൂടുതൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന്. പക്ഷെ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടെയൊക്കെ അധികം നമുക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുന്നുണ്ട്. കാരണം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിട്ട് നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യം വരും. അപ്പോൾ പിന്നെ തിരിച്ച് വീട്ടിലൊന്നെങ്കിൽ ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ എത്തില്ല, അല്ലെങ്കിൽ പിന്നെ വന്ന് കുക്ക് ചെയ്യാനൊക്കെ ടഫായിരിക്കും. അതുകൊണ്ട് വിചാരിച്ചതിനേക്കാളും കുറച്ച് ഫുഡ് കൂടുതൽ നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിക്കുന്നത്. ഞാനിന്ന് ഉച്ചയ്ക്ക് ലളിതമായി ഒരു ചോറും കൂട്ടാനുമാണ് പറഞ്ഞത്. അൽക്കൊരു കപ്പ ബിരിയാണി ആയിരുന്നു. പിന്നെ രോഹിത്തും അനുവും എന്തൊക്കെയോ പുട്ടോ പൊറാട്ട അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് തീറ്റയും കൂടുതൽ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പോണത് SM സ്ട്രീറ്റിലേക്കാണേ. ഞാൻ കുറേ സ്ഥലത്ത് എൻ്റെ മനസ്സിലുള്ളത് പോലത്തെ ഒരു മാല അന്വേഷിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ട്രാവല് വേണ്ട എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എനിക്ക് എവിടെയും കിട്ടാത്തതുകൊണ്ട് അവസാനം ഒരു പ്രതീക്ഷയായിട്ട് എനിക്ക് തോന്നിയതായിരുന്നു SM സ്ട്രീറ്റ്. ഒരു ഏമ്പക്കം ഒരുമിച്ച് വന്നുട്ടോ SM സ്ട്രീറ്റിന് ഒരു കനം വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മള് SM സ്ട്രീറ്റിലും കൂടെ പോയിട്ട് അത് റെഡല്ലേ അല്ലേ? പിന്നെ കണ്ണിന് എന്തെങ്കിലും പറ്റിയാണോ? അത് റെഡല്ലേ? ഞാൻ കണ്ടതില്ല. കാര്യത്തില് അപ്പൊ എന്താ പറയാ, പക്ഷെ നല്ല റെഡിലൊക്കെ നിർത്താം. എനിക്കറിയാം മിന്നി കിട റെഡായിരുന്നു. ശ്രദ്ധിക്കണം, എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ അതല്ല വിഷയം. നമ്മളൊക്കെ അപ്പോൾ മാലയും കമ്മലും SM സ്ട്രീറ്റിൽ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കണം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അന്വേഷിച്ചു. എനിക്ക് അങ്ങനെ ഒരു സംഗതി കിട്ടിയില്ല. എൻ്റെ മൈൻഡിൽ എന്തൊക്കെയോ ഒരു രൂപം ഉണ്ടോ, അങ്ങനത്തെ ഒരു മാല എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് പോയി അന്വേഷിക്കാം അല്ലേ അൽക്ക? എനിക്ക് കുറച്ച് സാധനം കൊടുക്കാനുണ്ട്. നമ്മളിവിടെ എത്തിയത് നല്ല നട്ടപ്പൊരി വെയിലത്തായിരുന്നു. കുറച്ചേരം നടന്നപ്പോൾ തന്നെ നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ തീർന്നു. ഏതെങ്കിലും കാണുന്ന 1-2 ഷോപ്പിൽ ആദ്യം കയറാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ, എങ്ങനത്തെ മാല ഇടണം, എങ്ങനത്തെ വള ഇടണം, കമ്മലിടണം എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഞാൻ പല പല കടകളിൽ പല പല അവസരങ്ങളിൽ കയറി ഇറങ്ങിയെങ്കിലും എനിക്ക് മൊത്തമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ റെൻ്റൽ ജ്വൽസിലും ഒക്കെ പോയി നോക്കി. പക്ഷെ എന്നാലും എനിക്ക് അത്ര അങ്ങോട്ടൊരു എന്താ പറയുക, ഒരു മുഴുവൻ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ടായിരുന്നില്ല. സാറ്റിസ്ഫാക്ഷൻ വരാതിരിക്കാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ മുന്നേയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് നേരം പുറത്തു പോവുക, ഫാൻസി ഷോപ്പിൽ സ്പെൻഡ് ചെയ്യുക, കുറേ നോക്കി ഇഷ്ടപ്പെട്ടൊരു സാധനം സെലക്ട് ചെയ്യുക, അങ്ങനത്തേക്ക് ഒരു ഫീൽ എനിക്ക് മിസ് ചെയ്യാണ്ടാണോ എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് കേട്ടോ നമ്മളൊന്ന് SM സ്ട്രീറ്റിൽ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇവിടെയും നമ്മൾ കുറേ ഷോപ്സിൽ റെൻ്റൽസും അതേപോലെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളൊരു 1-2 മാലയൊക്കെ എടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇത് തന്നെയാണോ ഞാൻ ഇടുകയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ കല്യാണത്തിനിട്ട കുറച്ച് ജ്വല്ലറീസും കൂടെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പെയർ ചെയ്തിട്ട് അത് ഭംഗി തോന്നുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് റെഡി ആവാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും കുറച്ച് വേണ്ട സംഗതികളൊക്കെ ഇവിടെ നിന്ന് എടുത്തു. എനിക്കൊരു ജുംക്ക ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിൽ ഗ്രീൻ സ്റ്റോൺ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എനിക്ക് അതിൽ വൈറ്റ് സ്റ്റോൺസൊക്കെ മാറ്റി ഗ്രീൻ സ്റ്റോണൊക്കെ വെച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു മാട്ടി എടുത്തു. എൻ്റെ ജ്വല്ലറീസിലൊക്കെ അധികം നമ്മളൊരു ഗ്രീൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഏത് കളർ സാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നുള്ളത്? സെയിം കളറല്ല എന്തായാലും. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എത്ര ഇത് സക്സസ്ഫുൾ ആവും എന്നുള്ളത്. ഒരു പരീക്ഷണമാണ്. കഴിഞ്ഞു, അങ്ങനെ ഒരു മാരക ഷോപ്പിങ്ങും കഴിഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നല്ല ഷോപ്പിംഗ്. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കടയിൽ പോയിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ഒരു ഭയങ്കര ഫാൻസി ഫീൽ അല്ലേ. അനു ഏതോ കടറകത്ത് ഷൂ നോക്കാൻ വേണ്ടി പോയി, കാണാനില്ല. അവന് ബോറടിച്ചപ്പോ ഒരു ഷൂ വാങ്ങിക്കാനുള്ള ഓഫർ നമ്മൾ കൊടുത്തായിരുന്നു. കിട്ടിയില്ലേ? നമ്മൾ 1-2 കടയിലൊക്കെ കയറി ഇറങ്ങിയെങ്കിലും മൊത്തത്തിൽ അങ്ങോട്ട് ഷൂ സെറ്റായില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വീട്ടിൽ പോകാം. കാരണം രോഹിത്തിന് സമയത്ത് എത്തണമല്ലോ. പിന്നെ പോണതിൻ്റെ മുന്നേ നമുക്കൊന്ന് വിഷ്ണുവിൻ്റെ വീട്ടിലും കൂടെ ജസ്റ്റ് ഒരു മിന്നൽ വിസിറ്റ് നടത്താം. തൽക്കാലം നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. കാരണം രോഹിത്തിന് ഒരു കല്യാണം കൂടാനുണ്ട്. പോകുന്ന വഴിക്ക് ജസ്റ്റ് പെട്ടെന്ന് നമ്മൾ വിഷ്ണുവിൻ്റെ വീട്ടിലും കൂടെ ഒന്ന് കയറി കുറച്ചും കൂടെ ഒരു ഹായ് പറഞ്ഞതിന് ശേഷം നമുക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ സമയം 4:45. നമ്മളൊരു 6-6:15 വീട്ടിലെത്തുന്നുണ്ടായിരിക്കും. ലാൽകിഷ് മറ്റേ വാതിലൊക്കെ തള്ളി തുറന്ന് അമ്മയെ നോക്കൂ താരാ വന്ന് അന്ന് അതേ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ
അന്ന് ഇനി ഞാൻ ആംസ്റ്റർഡാമിന്ന് കാണാം എന്നൊക്കെ പറഞ്ഞു വന്നതാ. അതെ പക്ഷെ എന്നിട്ട് നമ്മള് വീട്ടിലുണ്ടായിരുന്നില്ല, അധികം പുറത്തായിരുന്നില്ലേ. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. വിഷ്ണു ഇന്ന് രാവിലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫുൾ ബോഡി ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഒരു 7:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും മുഴുവൻ പരിപാടി ചെയ്തിട്ടില്ല. പുള്ളിയുടെ ക്ഷമ ഏകദേശമൊക്കെ അവസാനിച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ അച്ഛനും 1-2 ആവശ്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനും പുറത്തായിരുന്നു. നമ്മൾ ഇവിടുന്ന് അമ്മേനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങി നേരെ നമ്മൾ തിരൂർ പോവുകയാണ്. കാരണം രോഹിത്തിന് വീട്ടിൽ വന്ന് പോകാനുള്ള സമയമില്ല കല്യാണത്തിന്. അതുകൊണ്ട് രോഹിത്തിനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. ബൈ അനു ഇറങ്ങി വളയം പിടിക്കൂ. നല്ല മസാല ദോശയുടെ മണം. ഇറങ്ങി നോക്ക് അല്ലേ. തിരുവെത്തിപ്പോക്ക് നല്ലോണം വിശക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. എനിക്കിപ്പോൾ ഈ വിശപ്പിൻ്റെ അസുഖം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു നെയ്റോസ്റ്റ് ഒരു മസാല ദോശയൊക്കെ ലൈറ്റായി കഴിച്ച് നമുക്ക് വീട്ടിൽ പോവാം. അമ്മ പറഞ്ഞ സമയം കൃത്യ മലന്ന് നടക്കണതിനെ അറിയോ? ഒഴിഞ്ഞുതരാൻ. അതിന്റെ വയറ് ഒഴിഞ്ഞു കൊടുക്കാൻ. സ്നേഹം കൂടിയാൽ മലന്ന് നടക്കും. കണ്ടോ എങ്ങനെയുണ്ട്? കുറച്ചായിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ തുറന്നു നോക്കുക എന്നുള്ളത്. തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മുട്ടും. വെയിറ്റ് ചെയ്യാരെങ്കിലും തുറക്കുമെന്ന്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഇനിയും മുട്ടും. കൂടെ കൃത്യമായിട്ട് അറിയാം. ഇതല്ല ഞാൻ എപ്പോഴും പറഞ്ഞതിന് മലയാളം കൂടുതൽ നന്നായിട്ട് അറിയാം. നമ്മളെ ഒന്ന് വളാഞ്ചേരി പോകാൻ നിൽക്കുകയാണ്. അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടാവുമല്ലോ. ഞാൻ ഇത്രയായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ സാരിക്ക് അണ്ടർസ്കേർട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ബാക്കി എല്ലാം റെഡിയാണ്, മൂക്കുത്തി വരെ റെഡി. പക്ഷെ അണ്ടർസ്കേർട്ട് ഇല്ല. അപ്പം അണ്ടർസ്കേർട്ട് മേടിക്കണം. പിന്നെ ഒന്ന് ത്രെഡ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ എന്നല്ല നോക്കി പേടിപ്പിക്കും. അല്ല മാറ്റി. ഇന്ന് വളാഞ്ചേരിയിൽ നമുക്കൊരു ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ഷടപടി പരിപാടികൾ ഉണ്ടായിരിക്കില്ലേ, അതാണ്. അപ്പോൾ ആദ്യം പോയിട്ട് ഒന്ന് ത്രെഡ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു സൽവാർ വാങ്ങിക്കാനുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സാരിക്ക് വേണ്ടിയിട്ടുള്ള അണ്ടർസ്കേർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ നമുക്കൊരു ചെരുപ്പ് വാങ്ങിക്കണം. സാരിയൊക്കെ ഇടുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്തെങ്കിലും ഒന്നിങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള കുറച്ച് ചെരുപ്പുണ്ടെങ്കിലേ രസം ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ അധികം ഹീൽസ് ഉപയോഗിക്കാത്തതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ ഞാൻ ഹീൽസ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും സാരിയൊക്കെ എടുക്കുമ്പോൾ ചെറിയൊരു പൊക്ക ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഹീൽസ് എടുത്തു. അമ്മയും അച്ഛനും വിഷ്ണുവും ഇവിടെ പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ ടൗണിൽ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഈ ഒരു ബേക്കറുടെ ഫ്രണ്ടിലെത്തു. ഇവിടെ പരിപാടിക്ക് വേണ്ടിയിട്ടേ നമുക്ക് കുറച്ചിങ്ങനെ ലഡു, ജിലേബി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടി വെക്കേണ്ടി വരുമല്ലോ നമ്മുടെ ഒരു സ്റ്റേജിൽ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു ചെറിയ ലിസ്റ്റ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. കുറച്ച് വേറെ വേറെ കളേഴ്സുള്ള ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഇങ്ങനത്തെ സ്വീറ്റ്സും ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ നമുക്കൊരു ഭംഗി വരിക സ്റ്റേജിൽ മൊത്തം ഡെക്കറേറ്റ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ നമ്മൾ വാങ്ങി. ഇനി 1-2 ദിവസത്തിൽ നമ്മുടെ വളകാപ്പായി കേട്ടോ. എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും എക്സൈറ്റഡ് ആണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പരിപാടി നമ്മൾ നാട്ടിലോട്ട് വരുമ്പോൾ ഭയങ്കര ലുക്ക് ഫോർവേഡ് ചെയ്തിരുന്നൊരു പരിപാടിയല്ലേ. അപ്പോൾ അത് തീരെയാണല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. തീർന്നു കഴിഞ്ഞാൽ പിന്നെ 1-2 ദിവസം നമുക്ക് കുറച്ച് ബ്ലാങ്ക് ആയിട്ട് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു മിക്സ്ഡ് ഇമോഷനിലാണ് ഇരിക്കുന്നത് ഞാൻ. നമുക്ക് വളകാപ്പിൻ്റെ അന്ന് പോവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് സാരിയും പിന്നെ അതേപോലെ നമ്മുടെ ജ്വല്ലറീസും എല്ലാം വെച്ചിട്ടുള്ള ഒരു പെട്ടി ഞാൻ ഇന്നേ പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കാരണം മുന്നേ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസി സ്റ്റേജിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് സമാധാനം വളരെയധികം ആവശ്യമാണല്ലോ. അതുകൊണ്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കി എല്ലാവരുടെയും ബ്ലൗസും ജ്വല്ലറീസും എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയൊരു പ്രിപ്പറേഷൻ വ്ളോഗായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി തുടർന്ന് നമ്മുടെ വളകാപ്പിൻ്റെ വീഡിയോ ആയിരിക്കും വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തലേന്നത്തെ വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. ടാറ്റാ.